ഇന്ന് 2 കേക്കിൻ്റെ ഡിസൈനാണ് കാണിക്കുന്നത്. ആ 2 ഡിസൈൻ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിലൊരെണ്ണം ബട്ടർ സ്കോച്ച് കേക്കായിരുന്നു. അപ്പോൾ ഡിസൈന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഐഡിയ അനുസരിച്ച് എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷുഗർ മെൽറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സിലിക്കോണിൻ്റെ ഷീറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഒരു ഗ്ലാസിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഞാനൊരു വലിയ ഗ്ലാസ് ആയിപ്പോയി വെച്ച് നോക്കിയപ്പോൾ എനിക്ക് അത്ര ഒരു ഭംഗിയായിട്ട് തോന്നിയില്ല. അപ്പോൾ അത് ഞാൻ മാറ്റിയിട്ട് ചെറിയൊരു ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഷീറ്റ് ഇട്ടിട്ട് അതിനൊന്ന് റബ്ബർ ബാൻഡ് ഇട്ടൊന്ന് നല്ല രീതിയിലൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ആ റബ്ബർ ബാൻഡ് നമ്മളൊന്ന് താഴേക്ക് ഇറക്കി വെക്കണം, അല്ലെങ്കിൽ ഞാൻ ഷുഗർ ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ ചൂട് കൊണ്ട് റബ്ബർ ബാൻഡും കൂടി ഉരുകിപ്പോകും. നല്ല ചൂടുള്ളതാണ്, അതുകൊണ്ട് കയ്യിൽ വീഴാതെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനും. അപ്പോൾ ഞാനത് ഇട്ട് കൊടുത്ത ശേഷം ഷുഗർ ഇതേപോലെ ഒരു 3-4 സ്പൂണ് ഷുഗർ ഞാൻ ഇതേപോലെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്ലെയിം നല്ല രീതിയിൽ കുറച്ചിട്ട് വേണം മെൽറ്റ് ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. എന്നിട്ട് ഇതേപോലെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മുകളിലേക്ക് ഒഴിക്കുമ്പോൾ അത് സൈഡിൽ കൂടി ഇങ്ങനെ ഡ്രിപ്പായി താഴേക്ക് വീണോളും. നമ്മളായിട്ടൊന്നും ചെയ്ത് കൊടുക്കണ്ട. അത് എങ്ങനെയാണോ വീഴുന്നത് ആ രീതിക്ക് തന്നെ ഇരിക്കുന്നതാണ് ഒരു ഭംഗി, അല്ലാതെ കറക്റ്റായിട്ടുള്ള ഒരു രീതിക്കൊന്നും വീഴണമെന്നില്ല. അപ്പോൾ അത് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഷുഗർ നമ്മൾ അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റുമ്പോൾ തന്നെ അതങ്ങ് കട്ടിയായി പോകും. അത് ഒഴിച്ചു കൊടുത്ത ശേഷം കുറച്ച് സമയം നമുക്കതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അത് ആ കുറച്ച് സമയം അങ്ങനെ നിന്നപ്പോൾ തന്നെ അതിങ്ങനെ നൂല് പോലെ ഇങ്ങനെ ആവുന്നുണ്ട്. അത് ആ തണുക്കുന്ന സമയത്ത് കട്ടിയായി പോവും. അത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും തണുത്ത് വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇളക്കി മാറ്റാം. അപ്പോൾ അത്രയും സമയം തണുക്കുന്നതിനായിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുക്കാം. നമ്മളായിട്ടൊന്നും ചെയ്യേണ്ടത് അവിടെ ഇരുന്ന് പതിയെ അത് തണുത്ത് വന്നോളും. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നല്ല രീതിയിൽ ചൂടായ ശേഷം അതിലേക്ക് ഒരു 3-4 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം നല്ല രീതിയിൽ കുറച്ച് കൊടുക്കുക. മീഡിയം ടു ലോ, അങ്ങനെ നമ്മൾ അടുത്ത് തന്നെ നിൽക്കണം, ഇട്ടിട്ട് മാറിപ്പോകാൻ പാടില്ല. അങ്ങനെ നിന്നിട്ട് ഇത് നല്ല രീതിയിലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. വെള്ളമോ ക്രീമോ ബട്ടറോ അങ്ങനെ ഒന്നും അതിനകത്ത് ആഡ് ചെയ്യരുത്. വെറും പഞ്ചസാര മാത്രം നമ്മളത് മെൽറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിന് മുന്നേ തന്നെ നമ്മൾ ഇതേപോലെ എന്തിലേക്കാണോ ഒഴിക്കുന്നത് അത് റെഡിയാക്കി വെച്ചിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് മെൽറ്റായ ഷുഗർ കൊണ്ടുവന്ന് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ തൊട്ട് നോക്കിയപ്പോൾ തണുത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഒഴിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ശ്രദ്ധിച്ചോളണം. കയ്യിലൊന്നും വീഴാൻ പാടില്ല. കയ്യിൽ വീണാൽ നല്ല ചൂടാണ്, നല്ല രീതിയിൽ പൊള്ളും. എന്നിട്ട് തണുത്ത ശേഷം നമുക്ക് ഇതേപോലെ പതിയെ അതിൽ നിന്ന് ഇളക്കി മാറ്റാം. ഇളക്കി മാറ്റുന്ന സമയത്ത് ശ്രദ്ധിച്ചെടുക്കണം, പൊട്ടിപ്പോകാൻ പാടില്ല. ഞാൻ എടുത്ത സമയത്ത് കുറച്ചൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് പൊട്ടിയാലും ആ നീളത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന അത് മാത്രമാണ് പൊട്ടിപ്പോയിട്ടുള്ളത്. ബാക്കി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇളക്കുന്ന നോക്കിയാൽ മതി. ആ ഗ്ലാസ് പതിയെ അതിനുള്ളിൽ നിന്ന് ഇങ്ങനെ എടുത്ത് മാറ്റിയ ശേഷം പിന്നെ നമുക്ക് ആ ഷീറ്റും കൂടി പതിയെ ഇങ്ങനെ അടർത്തി അങ്ങ് മാറ്റിയാൽ മതി. പെട്ടെന്ന് തന്നെ ഇളകി വന്നോളും, വലിയ പാടൊന്നുമില്ല. ഈ സിൽക്കൻ്റെ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് ഇളകി വരും. എനിക്ക് കുറച്ചത് പൊട്ടിപ്പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതുവരെയും ഇതുപോലുള്ള ഡിസൈനൊന്നും ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് അത് കേക്കിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു നല്ലൊരു ലുക്കാണ് കേക്ക് കാണാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ കേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തണുത്ത് വന്ന ശേഷം ഞാൻ ബട്ടർ സ്കോച്ച് സോസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഞാൻ അതേ പാത്രത്തിൽ തന്നെയാണ് അത് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് അത് കട്ടിയായിപ്പോയി, കുറച്ചും കൂടെ ലൂസ് ആക്കാമായിരുന്നു എന്ന് പിന്നീട് തോന്നി. ഞാൻ ഒഴിച്ചു കൊടുത്ത സമയത്താണ് എനിക്ക് തോന്നിയത്. പിന്നെ കുഴപ്പമില്ല, കേക്ക് നല്ല രീതിയിൽ തണുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒന്ന് ഡ്രിപ്പ് ചെയ്യുന്ന രീതിയിൽ കൂടി കൊടുക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ, പാൻ അടുപ്പത്ത് വെച്ച് നല്ല രീതിയിൽ ചൂടാവുന്ന സമയത്ത് ഒരു 1/4 കപ്പ് പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കുക. പഞ്ചസാര നല്ല രീതിയിൽ മെൽറ്റായി വരുമ്പോൾ, അതായത് മെൽറ്റാക്കി എടുക്കുന്നത് നമുക്ക് എപ്പോഴും ഫ്ലെയിം നല്ല രീതിയിൽ കുറച്ച് വെച്ചിട്ടായിരിക്കണം. നമ്മൾ അടുത്ത് തന്നെ നിൽക്കണം, അവിടെ നിന്ന് മാറിപ്പോകാൻ പാടില്ലെങ്കിൽ കരിഞ്ഞു പോകും. കരിഞ്ഞു വന്നാൽ ഒരു കയ്പ്പ് ടേസ്റ്റും ആയിരിക്കും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കരിയാത്ത രീതിയിൽ നല്ല രീതിയിൽ മെൽറ്റാക്കി എടുക്കണം. ആദ്യം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. പിന്നെ അത് നമ്മൾ ഷുഗർ ഇട്ട് കഴിഞ്ഞാൽ അത് ലോ ഫ്ലെയിം ആക്കി കൊടുക്കുക. എന്നിട്ട് അടുത്ത് നിന്ന് തന്നെ അത് നല്ല രീതിയിൽ മെൽറ്റാക്കി എടുക്കുക. മെൽറ്റായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ്, ഫ്രഷ് ക്രീം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതൊന്ന് കട്ടിയായി വരുന്ന സമയത്ത് നമ്മൾ ഇളക്കി കൊടുത്ത് നല്ല രീതിയിൽ ആ കട്ട ഒന്ന് നല്ല രീതിയിലൊന്ന് മാറി വരുമ്പോൾ നമുക്ക് രണ്ടും കൂടി നല്ല രീതിയിൽ യോജിച്ച് വരും. അപ്പോൾ 1 സ്പൂൺ ബട്ടറും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി ഇളക്കി എടുത്ത് എന്നിട്ട് നമുക്കത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത ശേഷമാണ് നല്ല തണുത്തിട്ട് ഇതേപോലെ കേക്കും നേരത്തെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് നല്ല രീതിയിൽ തണുപ്പിച്ചിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ അതെല്ലാം ഒഴിച്ചു കൊടുത്തൊന്ന് സ്പ്രെഡാക്കി എടുത്ത ശേഷം പിന്നെ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ആ ഡെക്കറേഷൻ ഉണ്ടല്ലോ, അതും അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ
കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ ഹാപ്പി 18 അങ്ങനെയാണ് എഴുതാനുണ്ടായിരുന്നത്. അതും ഒന്ന് എഴുതി കൊടുത്ത ശേഷം ഞാൻ വിചാരിച്ചു പിന്നെ ഒന്നും അതിൻ്റെ മുകളിലൊന്നും ചെയ്യാത്ത പോലെ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് ബ്ലാക്കും വൈറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഷുഗർ കൊണ്ടുള്ള ഡിസൈൻ അതിൻ്റെ മുകളിൽ വെച്ചപ്പോൾ തന്നെ അത്യാവശ്യം കേക്കിൻ്റെ ലുക്ക് അങ്ങ് തന്നെ മാറിപ്പോയതുപോലെ എനിക്ക് തോന്നി. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, നേരിട്ട് കാണാൻ ഫോട്ടോയിൽ കാണുന്നേക്കാളും നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അത്. പക്ഷേ ബോക്സ് അടയ്ക്കുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു പണി കിട്ടി. കാരണം അത് അടയാനുണ്ടായിരുന്നില്ല. കുറച്ച് നീളത്തിൽ അതങ്ങനെ നിൽക്കുന്ന സമയത്ത് അത് അടയ്ക്കാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് അല്പം ഒന്ന് കട്ട് ചെയ്തിട്ട് ബോക്സ് അടച്ചപ്പോൾ കറക്റ്റായിട്ടിരിക്കണുണ്ടായിരുന്നു. അത്രയും ചെയ്ത് ആ കേക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നേരത്തെ ബട്ടർ സ്കോച്ച് കേക്ക് ചെയ്ത സമയത്ത് തന്നെ ½ kg ഒരു റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടായിരുന്നു. അതും ഞാൻ ഫൈനൽ കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കേക്ക് പുറത്തെടുത്തിട്ട് പിന്നെ അതിലേക്കുള്ള ഡിസൈൻ ചെയ്യാൻ നോക്കി. ഞാൻ ആ ഡിസൈൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബ്രൗണും റെഡും കൂടി വരുന്ന ഒരു കളർ കോമ്പിനേഷനിലെ ഒരു ഡിസൈനായിരുന്നു. 2 കളറും അത്യാവശ്യം നല്ല കാണാൻ നല്ലൊരു ലുക്കുള്ള ഒരു ഡിസൈനായിരുന്നു കേട്ടോ. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത്. അപ്പോൾ പെട്ടെന്ന് വരുന്ന ഓർഡേഴ്സിനൊക്കെ നമുക്ക് ഒരു സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡിസൈൻ. ഒരു ½ kg കേക്കിനൊക്കെ നമുക്ക് ഈ ഒരു ഡിസൈൻ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം കാണാനും നല്ലൊരു ലുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രൗൺ കളർ വെച്ചിട്ട് ഇതേപോലെ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ 2 ലൈൻ കൊടുത്ത ശേഷം അതിലേക്ക് ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഞാൻ കുറച്ച് ഡിസൈനൊക്കെ ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് നോക്കിയ സമയത്ത് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനായിരുന്നു ഇത്. റെഡ് വെൽവെറ്റ് ആയതുകൊണ്ട് തന്നെ ഫ്ലവർ നമുക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാമല്ലോ. ഞാൻ റെഡ് വെൽവെറ്റ് ആയതുകൊണ്ട് തന്നെ ഞാനത് റെഡ് ഫ്ലവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ നോസിലും ഞാൻ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു ടൈപ്പ് നോസിലാണ് ഇത്. ഒരു ചെറിയ ഫ്ലവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. കുറേ നാളായി ഞാൻ ഇത് വാങ്ങിയിട്ട് ഈ നോസിൽ. പക്ഷേ ഇതിൻ്റെ നമ്പറൊന്നും എനിക്കറിയാൻ വയ്യ. അന്ന് അങ്ങനെ നമ്പറും കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. ഞാൻ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. അത് വെച്ചിട്ട് ഇതേപോലെ ഫുള്ളായിട്ട് ആ ഒരു കോർണറിൽ ഫുള്ളായിട്ട് ഫ്ലവർ കൊടുക്കുന്നുണ്ട്. ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു 3-4 ഫ്ലവറിൽ നിർത്താമെന്നും പറഞ്ഞായിരിക്കും ചെയ്ത് തുടങ്ങുന്നത്. പക്ഷേ ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഫ്ലവർ കൊടുക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അതങ്ങനെ ചെയ്ത് വരുമ്പോൾ ഒരു ആവേശം കൂടിയിട്ട് അങ്ങ് ചെയ്യുന്നതാണ്. അങ്ങനെ ഇതിലും കുറേ ഫ്ലവർ കൊടുത്തു. പക്ഷേ എനിക്ക് തോന്നി ആ ബ്രൗൺ കളർ കുറച്ചും കൂടി പുറത്തേക്ക് കാണുന്ന രീതിയിൽ നിർത്താമായിരുന്നു. പക്ഷേ ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഫ്ലവർ അങ്ങ് കൂടുതലായിട്ട് ഞാൻ ചെയ്ത് കൊടുത്ത്. അപ്പോൾ അത് അത്രയും ചെയ്തങ്ങ് നിർത്തിയതിന് ശേഷം പിന്നെ മാറ്ററും കൂടി എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും ഞാൻ മനസ്സിലാതെ എഴുതുന്ന സമയത്ത് ഞാനിങ്ങനെ സ്പേസ് ഏതൊക്കെ ഹാപ്പി എന്ന് എഴുതുമ്പോൾ എവിടം വരെ നിൽക്കും, ബർത്ത്ഡേ എഴുതുമ്പോൾ അങ്ങനെ അത് സ്പേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് അന്തരീക്ഷത്തിൽ എഴുതുന്ന പോലെ ഒന്ന് എഴുതി നോക്കിയതിന് ശേഷമാണ് ഞാൻ കേക്കിലേക്ക് എഴുതി കൊടുക്കുന്നത്. എല്ലാ ലെറ്ററും അതിനകത്ത് കറക്റ്റായിട്ട് നിൽക്കുമോ എന്നൊക്കെ ഒന്ന് നോക്കും എന്നിട്ട്. അപ്പോൾ അങ്ങനെ പിന്നെ മാറ്ററും കൂടി അതിൻ്റെ മുകളിലേക്ക് എഴുതി കൊടുത്തിട്ട് പിന്നെ സൈഡിൽ ആദ്യം ഞാൻ വിചാരിച്ചു ഇത്രയും മതി, ബോർഡറൊന്നും കൊടുക്കണ്ടെന്ന്. പക്ഷേ താഴോട്ട് എനിക്ക് അങ്ങനെ ഒരു വൈറ്റ് കളർ മാത്രമായിട്ട് കണ്ടപ്പോൾ എന്തോ പോലെ തോന്നി. അപ്പോൾ ക്രീമും റെഡ് കളറും മിക്സ് ചെയ്തതിൽ ബാലൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് ആ നോസിൽ വെച്ചിട്ട് തന്നെ അതിൽ നോസിലൊന്നും ഇട്ടിട്ടില്ല, നയം എഴുതാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് ബോർഡറായിട്ട് ഒരു ഡിസൈനും കൂടി കൊടുത്ത് കുറച്ച് ഷുഗർ ബോൾസും കൂടെയൊക്കെ ഇട്ട് അതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ 2 കേക്കിൻ്റെ ഡിസൈനും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ല രീതിയിൽ ആസ്വദിച്ചാണ് ഈ 2 കേക്ക് ചെയ്തത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമൻറ്റായിട്ട് അറിയിക്കണം. പിന്നെ നിങ്ങളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഈ കേക്കിൻ്റെ വർക്കൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അവർക്കൊന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നിങ്ങൾക്ക് മുന്നേ ഉള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ എന്തെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കയറി കണ്ടു നോക്കണം. നിങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടാതിരിക്കില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ അതും കൂടി ഒന്ന് അറിയിച്ചേക്കണേ.